പ്രകൃതിയോട് ഇഴകിച്ചേർന്ന ചരിത്രപ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവം 28-ന് ആരംഭിക്കും. ഈ മാസം 30 മുതലാണ് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുക. 28-ന് കൊട്ടിയൂർ ഉത്സവം തുടങ്ങുമ്പോൾ പെരുമാളുടെ ദർശന പുണ്യം തേടി ലക്ഷങ്ങളാണ് എത്തുക. ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. പാവലിപ്പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട പുരാതനമായ ഒരു ഉത്സവമാണ്. സതീദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കിയ യാഗഭൂമിയാണിതെന്നാണ് വിശ്വാസം. പ്രകൃതി തന്നെയാണ് ഇവിടെ എല്ലാം. പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായ നിർമ്മാണങ്ങളൊന്നുമില്ല. ഇടവമാസത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുന മാസത്തിലെ ചിത്ര നക്ഷത്രം വരെ 28 ദിവസമാണ് ഉത്സവം നടക്കുന്നത്. സതീദേവിയുടെ പിതാവായ ദക്ഷ പ്രജാപതി ശിവനെ ക്ഷണിക്കാതെ ഒരു യാഗം നടത്തി. പിതാവിനോടുള്ള വാത്സല്യം കൊണ്ട് ക്ഷണിക്കാതെ യാഗശാലയിലെത്തിയ സതീദേവി ഭർത്താവിനെ അപമാനിക്കുന്നത് സഹിക്കാനാകാതെ യാഗകുണ്ഡത്തിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ പത്മശിവൻ കോപാകുലനായി തൻ്റെ ജട നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ യാഗശാല തകർത്തു. ദക്ഷൻ്റെ യാഗാചാര്യനായ ഭൃഗുമുനിയുടെ താടി പറിച്ചെറിയുകയും ചെയ്തു. ഈ താടി വന്ന് വീണ സ്ഥലമാണ് തിരുവഞ്ചിറ എന്നും ഭക്തർ പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂക്കൾ ഈ താടിയുടെ പ്രതീകമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്ഥിരമായ ശ്രീകോവിലോ വിഗ്രഹമോ ഇല്ലാത്ത ഇവിടെ ബാവലിപ്പുഴയുടെ വെള്ളാരം കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന മണിത്തറയിലാണ് സ്വയംഭൂവായ ശിവലിംഗത്തെ ആരാധിക്കുന്നത്. പ്രകൃതിദത്തമായ രീതിയിലാണ് പൂജകളും കർമ്മങ്ങളും. ഉത്സവനാളുകളിൽ കൊട്ടിയൂരിൽ മഴ പെയ്യുന്നത് ഭക്തരുടെ ഇടയിലെ ശക്തമായ വിശ്വാസമാണ്. അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രധാന പ്രസാദം ഓടപ്പവും നെയ്യും ഇളനീരുമാണ്. വിദേശത്തു നിന്നടക്കം ലക്ഷക്കണക്കിന് ഭക്തരാണ് കൊട്ടിയൂർ പെരുമാളിൻ്റെ ദർശന പുണ്യം തേടി എത്തുന്നത്.